ഈ PR ഒരാൾക്ക് ചെയ്യുന്നത് തെറ്റില്ല, ബട്ട് കോ കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ബാഡാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ PR എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് റിലേഷനാണ്. നിങ്ങൾ നിങ്ങളെ ആളെ പ്രൊമോട്ട് ചെയ്യൂ, നിങ്ങൾ നിങ്ങളെ ആളെ സൂപ്പർ സ്റ്റാർ ആക്കൂ. പക്ഷെ നിങ്ങൾ നിങ്ങളെ ആളെ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ട് മറ്റേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുറത്ത് ജീവിക്കാതെ പുറത്ത് പോയിട്ട് പുള്ളിക്ക് ആ ഒരു അവസ്ഥ ആയി പോകരുത്. ഈ പറഞ്ഞ മുണ്ട് തലയിലൊക്കെ ഉടക്കി ആ ഒരു അവസ്ഥയിലൂടെ വരരുത് ആരും. That's what I feel. You do PR, man. I'm not against PR. I'm very happy people are doing PR. അവരവരുടെ ഫെയിം തന്നെ ബെറ്റർ ആക്കട്ടെ. പക്ഷെ ഞാൻ പറയണത് നിങ്ങളെ ഫെയിമായിട്ട് നിങ്ങൾ എന്നെ താഴ്ത്താൻ നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു ബേസിക് റിക്വസ്റ്റ് ടു ഓൾ ദ PR മീഡിയാസ്, ആൻഡ് വിച്ച് ഇറ്റ്സ് ഓക്കെ. ഐ ഫീൽ ഈ പ്രാവശ്യം മാത്രം അത്ര എക്സ്ട്രീം വന്നിട്ടില്ല. പക്ഷെ ഐ എം ടോട്ടലി ഓക്കെ വിത്ത് ഓൾ ദാറ്റ്. അതെ, ഈ ഒരു 3 ക്യാപ്റ്റൻസ് ലാസ്റ്റ് വന്നു. ഈവൻ ആര്യൻ ഒറ്റയ്ക്കായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഈ ഒരു എവിക്ഷൻ ഉണ്ടാവുമായിരുന്നു? ഡെഫിനറ്റ്ലി നോട്ട്. ഇത് ഒരിക്കലും ഞാൻ സേഫ് ഉള്ള വീക്കാണ് ഇത്. ഈ 3 ക്യാപ്റ്റൻ ആയ ഒരു 7ന്റെ പണിയാണ്. ബിഗ് ബോസ് അന്ന് പണിയല്ല, ഞങ്ങളോട് തന്ന പണിയാണ്. ലാലേട്ടൻ എക്സാക്ട്ലി പറഞ്ഞു, മോനെ നമ്മൾ ചെയ്ത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയാ. ആര്യൻ നിങ്ങൾ ചെയ്താണ് 7ന്റെ പണിയായത്. അപ്പൊ എനിക്കറിയാം, ഞാൻ ലാലേട്ടൻ്റെ അതിൽ ഒരിക്കലും സംസാരിക്കൂല, പറയൂല. ലാലേട്ടൻ പറഞ്ഞ കറക്റ്റ് വേർഡ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഹാർമണി പിടിക്കായിരുന്നു. അത് ഞാൻ പിടിക്കാൻ ട്രൈ ചെയ്തു. ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ നെവിൻ അവിടെ പാലൊക്കെ എറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അഗേൻസ്റ്റ് ആണ്. അക്ബർ എന്തെങ്കിലും സംസാരിച്ചാൽ പ്രശ്നം വരാൻ പോകുന്നത് എൻ്റെ അഗേൻസ്റ്റ് ആണ്. ഞാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അഗേൻസ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ 3 പേര് ഒരുമിച്ചാണ്. മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് എ ക്രൈം ഇൻ യു വാച്ചിങ് ദ ക്രൈം. ക്രൈം കണ്ട ആളും ഈ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ ആണ്. ആ ഒരു അവസ്ഥ എൻ്റെ ആയിപ്പോയി. ഞാനൊരു സാൻഡ്വിച്ച് ആയി പോയി. പക്ഷേ നെവിൻ ഈ അനുവിന്റെ ബെഡിലോട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാൻ പോയ സമയത്ത് ആര്യൻ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡ് ആ ഒരു സമയത്ത് ആര്യൻ ഭയങ്കര ജോളിയായിട്ട് ഹാപ്പി ആവുന്ന നിൽക്കുന്നത്. ദെൻ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നെവിൻ ചെയ്തത് തെറ്റാണെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് തെറ്റാണെന്ന് റിയാക്ട് ചെയ്തതുമില്ല. അപ്പൊ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ ആയോ? ഇല്ല, അത് ഞാൻ എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിലപാട് മാറ്റം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ആ കാര്യം അത് ഭയങ്കര നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ പോയി അനുവിനെ എണീപ്പിച്ചു. അനു ഇങ്ങനെ എണീച്ചു. പിന്നെ നെവിൻ വന്നു. നെവിൻ വന്നോടെ എണീക്കണില്ലെങ്കിൽ ഞാൻ വെള്ളം ഇടും. അപ്പൊ ഈ വെള്ളം ഇടുന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇടാൻ പോണില്ല. ഈ കയ്യിൽ മഗ്ലിട്ടിട്ട് സ്പ്രിങ്കിൾ ചെയ്യാൻ പ്ലാൻ ആയിരുന്നു. അതാണ് ചെയ്യുന്നത്. അതിലേം ചെയ്യാറുണ്ട്, നൂറേം ചെയ്യാറില്ല, എല്ലാവരും ചെയ്യാറുണ്ട്. വിച്ച് ഇസ് ടോട്ടലി ഫൈൻ മാൻ. കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് എന്താ പ്രശ്നം? പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പേഴ്സണൽ, നമ്മൾ വെണ്ടയ്ക്കാന്ന് പറയില്ലേ ഷോയില്, പേഴ്സണൽ വെണ്ടേറ്റ ഉണ്ട് രണ്ടുപേരും. ഇങ്ങോട്ടങ്ങോട്ട് നല്ലൊരു റാപ്പ് പോലെ അല്ല. എന്നോട് പറഞ്ഞു വെള്ളം കൊണ്ടുപോവാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുവരാം, അല്ല പിന്നെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയല്ലേ. ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ തിരിഞ്ഞാൽ ഡോർ കൊടുത്തു പോയി. ഇവൻ സ്പ്രിങ്കിൾ ചെയ്തു. ഇത് വൻ പ്രശ്നമായി. സോ ഞാൻ ചെയ്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മഗ് വെള്ളം കൊടുത്തു സ്പ്രിങ്കിൾ ചെയ്യാൻ. പക്ഷെ നിവിൻ സ്പ്രിങ്കിൾ ആണല്ലോ ചെയ്തത്. ഇങ്ങനെ ആക്കി കുറച്ചാക്കിയുള്ളൂ, ഇത്ര ആക്കിയുള്ളൂ. ഈ ആദിലും നൂറയും ചെയ്യുന്ന പോലെയാണ് ഞാനും ഇവർ ചെയ്തത്. ഞാൻ അത് കണ്ടു വീഡിയോയിലും. ഭയങ്കര നോർമൽ കാര്യത്തിൽ സ്പ്രിങ്കിൾ ചെയ്തു. തീർച്ചയായും കാണിച്ചത് വലിയ ബോട്ടിൽ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു. ഞാൻ രണ്ടുപേരെ ആരെ സപ്പോർട്ട് ചെയ്യണില്ല, ചെയ്ത് രണ്ടുപേര് തെറ്റാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തപ്പോൾ മൊത്തം വെള്ളം കൊണ്ട് ഒഴിച്ചു. അവിടെ വരെ ഞാനും ഉണ്ട് ആ ക്രൈമിൽ. ഏത് ക്രൈമിൽ? കുറച്ച് വെള്ളം കൊടുത്തു സ്പ്രിങ്കിൾ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന പോലെ വീട്ടിൽ. അവിടെ വരെ ഞാൻ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് നെവിൻ പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം മൊത്തം ഫില്ലാക്കിയിട്ട് ബെഡിൽ ഒഴിക്കുന്നു. അപ്പോൾ എനിക്കത് ഒരു ഈ പറഞ്ഞ പോലെ എന്താണ് കാണിച്ചത്, അക്ബർ എന്ത് സീനാണ്. അതിലെനിക്ക് വിഷമിക്കാൻ പറ്റുമോ? എനിക്ക് വിഷമിക്കാനൊന്നും ഇല്ല. അതിനകത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ പേഴ്സണൽ ഫൈറ്റിൽ ഞാൻ വിഷമിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ നെവിനെ എന്താടാ നീ കാണിച്ചത്, ഭയങ്കര മോശം എന്ന് പറയാം. ഞാൻ ആരാ അവിടെ? ഞാൻ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി വ്യൂ ആണ്. ബട്ട് ലാലേട്ടൻ വന്നപ്പോൾ നിവിൻ ചെയ്തത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടും സ്മോക്കിംഗ് ഏരിയന്റെ സൈഡിലൊക്കെ പോയി ഞാൻ പറഞ്ഞാ നീ ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പുറത്ത് വിട്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പർലി ലൈവിൽ വന്നോ അല്ലെങ്കിൽ അത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കൃത്യമായി പറഞ്ഞു വിടാൻ നെവിനെ നീ കാണിച്ചു ഭയങ്കര ബോറാണ് പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു ഇവിടെ വെള്ളം ഒന്നും ഒഴിക്കരുത്, അത് നല്ല ബോറാണ് നീ കാണിച്ചു, ഇനി പണി വാളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ മൈൻഡിലും ഇയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിച്ച് വാട്ടറൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഫണ്ണായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പുറത്ത് പോകുന്നൊരു ഇമേജ് അങ്ങനെ ആയിപ്പോയി ആ സമയത്ത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവളുടെ ബെഡിൽ അത്ര വെള്ളം ഇടുമെന്ന് ഞാൻ എക്സ്പെക്റ്റും ചെയ്തില്ല. ഞാൻ കൊടുത്ത വെള്ളം അത്രയില്ല, ഇത്ര വെള്ളം കൊടുത്തുള്ളൂ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രം. അതിനുശേഷം പിന്നെ അനു പോയി ഈ സോഫയുടെ ബാക്കിൽ ആണല്ലോ കിടന്നുറങ്ങിയതൊക്കെ. അപ്പൊ തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. അനു എവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങിയോ, കിച്ചണിലോ. പക്ഷെ ഞാൻ ആ സമയത്ത് ചിരി എനിക്ക് കണ്ടേ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വീട്ടിലെ സാധനം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ തോന്നും. തെറ്റല്ല അനു ചെയ്ത ഓക്കെയാണ്. അവനൊക്കെ എവിടെ വേണമെങ്കിൽ ഉറങ്ങാൻ ഷീസ് ഗോട്ട് എ ലിബർട്ടി. പക്ഷെ ഞാൻ നോക്കുന്നത് ഇത്ര ബെഡ് ഉണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ എത്രയോ ആൾക്കാർ ബെഡ് ഫ്രീ അവളുടെ കൂടെ കിടക്കാം. പക്ഷെ അവൾ കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ എലികളും പാറ്റകളും പോകുന്ന സ്ഥലമാണ്. ഈ ബാക്കിൽ ഒരു കോർണറിൽ ഇങ്ങനെ
മറ്റേ പിറ്റി മറ്റേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാ 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 അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ എനിക്ക് അവിടെ ചിരി നിർത്താൻ പറ്റിയില്ല. അമ്മാതിരി ഞാനും അക്ബറും കിച്ചണിൽ ഇങ്ങനെ ഫുൾ എടാ ഇവിടെ തന്നെ ജയിക്കട്ടാ കപ്പ് ഭയങ്കര കോമഡി ആക്കി എടുത്തൊരു സിറ്റുവേഷൻ ആണ് അങ്ങനെ. പക്ഷെ സെയിം ടൈമിൽ തന്നെ അനീഷ് വന്നിട്ട് അനുമോളെ കാല് തണുക്കും, ബെഡ്ഷീറ്റ് പുതക്കി തലേണെങ്കിലും വെച്ചോ, അപ്പൊ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അനീഷിന് അത് ഒരു പോസിറ്റീവ് ഇത് കിട്ടി. നിങ്ങൾ അപ്പോഴും ഇപ്പുറത്ത് വില്ലന്മാരായി. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് ബേസിക്കലി എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കും, റിയൽ ലൈഫിൽ എനിക്ക് തോന്നും ഇങ്ങനെ സിറ്റുവേഷൻ കണ്ട ആൾക്കാരെ മുതലാക്കും. ഓണസ്റ്റ്ലി എടി ഇവിടെ എന്ത് ഇത്ര ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്. എക്സാമ്പിൾ, ഞാനും റിയൽ ലൈഫിൽ എന്താ ചെയ്യുന്നത് ഞാൻ അവിടെ കാണിച്ചു, എനിക്ക് തോന്നി വേറെ കോമഡിയെ തോന്നി. പിന്നെ ഒരു ഇവിടെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഇതിന് അവിടെ കിടക്കുന്നത്, പക്ഷെ അവിടെ അപ്പുറത്ത് പോയി കിടന്നുകൂടെ. എൻ്റെ റിയാക്ഷൻ വേറെ, മറ്റേ റിയാക്ഷൻ വേറെ. അത് അനുമോൾ കാലൊന്നും തണുക്കണില്ലേ, ഭയങ്കര തണുപ്പല്ലേ, അകത്ത് കിടക്ക്, അവിടെ സുഖമായിട്ട് കിടന്നു. ഇതൊക്കെ ചിലപ്പോൾ ഡ്രാമയാവാം, എനിക്കറിയില്ല. ഞാൻ ഇവരുടെ അഗെയിൻസ്റ്റ് പറയാനുള്ള അനീഷും അനുമോളും കാണിച്ച് പല സ്ഥലങ്ങൾ ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വീട്ടിൽ. അത് അവളുടെ ഗെയിം സ്ട്രാറ്റജി ആവാം, അത് നല്ല കാര്യമാവാം. പക്ഷെ അത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയില്ലേ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഒരു അയ്യോ അനുമോളുടെ കാൽ തടക്കുന്നുണ്ട്, പാവം അനീഷ് വന്ന് അവനെ ഓക്കെ ആക്കി. പക്ഷെ എൻ്റെ മൈൻഡിൽ പോകുന്ന കോമഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത്ര റോ ആണ്, മനസ്സിലായില്ല. ഐ എം റോ ആൻഡ് ഇഫ് യു സീ മൈ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് റോ ആൻഡ് അൺഫിൽറ്റേർഡ്. ഞാൻ ഈ വീട്ടിൽ വായിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ വായന ഞാൻ നിർത്തിയിട്ടില്ല, വായന വന്നിട്ടേ ഉള്ളൂ. എൻ്റെ എന്തെങ്കിലും ഇഫ് ഐ വോണ്ട് ടു സ്പീക്ക് സംതിങ് ഇറ്റ് കം ഔട്ട് വെരി ഓണസ്റ്റ്ലി, റോ ആൻഡ് അൺഫിൽറ്റേർഡ്. അപ്പം അങ്ങനെ ആ സമയത്ത് അത് വന്നു. അത് ഭയങ്കര നോർമൽ കാര്യമാണ്. പുറത്ത് പക്ഷേ എനിക്ക് നെഗഡിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് കേട്ടിട്ട് വായൻ ഭയങ്കര മോശമാണ്, പക്ഷെ പാവം അനീഷ് തണുത്ത് നോക്കുമ്പോൾ ഹ്യൂമാനിറ്റി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് ആ ഗെയിമും ഇല്ല. ഞാൻ ഭയങ്കര റോ ആയിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടുള്ളൂ മൊത്തം വീട്. ഈ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴും കമന്റ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ ഏറ്റവും ഹ്യൂമാനിറ്റി പറയുന്നത് ആര്യനാണ്. പക്ഷെ അവിടെ ഹ്യൂമാനിറ്റി ഇല്ലാതെ പലതവണയും ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതും ആര്യനാണ്. ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ചില സമയത്ത് ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി കറക്റ്റ് ആയിട്ട് 24 hours അല്ലല്ലോ കാണുന്നത്, പലരും എപ്പിസോഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ കരുതും ഇത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളാണോ, ഒരാൾ തണുത്ത് വിറച്ച് സോഫയുടെ ബാക്കിൽ കിടക്കുന്ന സമയത്ത് ഇത്ര ഹ്യൂമാനിറ്റി ഇല്ലാതാണോ പെരുമാറുന്നത്, അത് നമുക്ക് തോന്നും. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ആ ഹ്യൂമാനിറ്റി മൈൻഡിലോട്ട് വരില്ലേ? ഞാൻ പേഴ്സണലി പറഞ്ഞു അനുവോട്, അനു നീ വേണമെങ്കിൽ ആ ബെഡിൽ കിടന്നോ, അല്ലെങ്കിൽ നിന്റെ ബെഡ് മാറ്റി തരാം. വേണ്ട, ഞാൻ അവിടെ കിടക്കൂല. അപ്പോൾ ഒരാൾ സ്റ്റബേൺ ആണ് ആ സമയത്ത് ഈ കാര്യത്തിൽ, ഞാൻ കിടക്കൂല ആ ബെഡിൽ. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റി കാണിച്ച വലിയ കാര്യമുണ്ടോ? അനു പ്ലീസ്, അനു ബെഡ് എൻ്റെ സൈഡിൽ കിടന്നോ, അല്ലെങ്കിൽ അവിടെ കിടന്നോ അനു പ്ലീസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മാക്സിമം വരാൻ പറ്റുന്ന അനു കുറേ ബെഡുണ്ട് അവിടെ, സൈഡിൽ കിടന്നോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിരിക്കാനേ പറ്റുള്ളൂ ഈ കാര്യത്തിൽ. പക്ഷെ എന്തിനാണ് അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിഷമമുണ്ടായോ, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് അവളുടെ കാര്യത്തിൽ അവൾ റൈറ്റ് ആയിരിക്കും, എൻ്റെ കാര്യത്തിൽ ഞാൻ റൈറ്റ് ആണ്. എനിക്ക് കോമഡിയെ തോന്നിയുള്ളൂ ആ സിറ്റുവേഷൻ.